കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നെ അറിയിച്ചതാണ് ആക്രമണത്തിനിരയായ നടിയോട് ദിലീപിന് ശത്രുതയുണ്ടാവാൻ കാരണമെന്ന് കരുതുന്നതായാണ് മഞ്ജു വാര്യരുടെ മൊഴി. അഡ്വക്കേറ്റ് ടി ബി മിനി, CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ആവശ്യം സിംഗിൾ ബെഞ്ചിന് പിന്നാലെ ഇപ്പോൾ കാവ്യ മാധവനാണോ ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് അല്ലെങ്കിൽ അവർ വേർപിരിയാൻ കാരണമായിരുന്നു? 100% അല്ല എന്ന് ഞാൻ ദൈവത്തെ പ്രതികരിച്ചു. വളരെ സന്തോഷം. കുറേ നാളായില്ലേ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞു, സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ദിലീപ് കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം തെളിവുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് നടി ആക്രമിക്കപ്പെട്ടത് ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം മഞ്ജു വാര്യറിനെ അറിയിച്ചതാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് അന്ന് ഈ നടി ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ആക്രമിച്ചതെന്നാണ് ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ ന്യൂസ് പുറത്തു വന്നതും വേറെ ആരുമല്ല പറഞ്ഞിട്ടുള്ളത്, മഞ്ജു വാര്യർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ TV മിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദിലീപ് നിലവിൽ ഈ കേസ് തള്ളിപ്പോവാൻ അല്ലെങ്കിൽ നീങ്ങി പോകാൻ വേണ്ടിയിട്ട് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് അഡ്വക്കേറ്റ് TV മിനി പറയുന്നുണ്ട്. അത് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. അഡ്വക്കേറ്റ് ടി ബി മിനി, CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ആവശ്യം സിംഗിൾ ബെഞ്ചിന് പിന്നാലെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണല്ലോ, വളരെ ആസൂത്രിതമായ ഒരു താല്പര്യം ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും സ്ലിപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യം 8-ാം പ്രതിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തായാലും കോടതി അത് അനുവദിച്ചില്ല എന്നത് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഈ അവസാന ഘട്ടത്തിൽ, അതായത് വിചാരണ പൂർത്തിയാക്കി വിധി പറയേണ്ട ഘട്ടത്തിലാണ് CBI വരണം. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുകയല്ലേ? അതെ, അത് മാത്രമല്ല, ഈ കേസ് ഞാനേ നമ്മുടെ മറ്റേ മെമ്മറി കാർഡിന്റെ കേസിലെ മെമ്മറി കാർഡ് കേസിൽ പ്രധാനമായും 8-ാം പ്രതി കോടതിയിൽ ഉന്നയിച്ചിരുന്ന വാദം ഇത് വിക്ടിം കേസ് നീട്ടിക്കൊണ്ടു പോകാനാണെന്നും വളരെ പെട്ടെന്ന് കേസ് തീർപ്പാക്കണം എന്ന നിലയിലാണ് അന്ന് പറഞ്ഞത്. ഞങ്ങൾ അപ്പോൾ ഒരു കാരണവശാലും കേസ് നീട്ടേണ്ടതില്ല എന്നും അത് സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിച്ചാൽ മതി എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ നിലയിൽ നിന്നുള്ള സാഹചര്യം മാറിയത് കൊണ്ട് അതിനെ മുതലാക്കുക എന്നുള്ള ലക്ഷ്യം 8-ാം പ്രതിക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് ഞാൻ സംശയിക്കുന്നത്. വിചാരണ പൂർത്തിയായി വിധി പറയേണ്ട സമയം അടുത്തപ്പോൾ ദിലീപ് ആവശ്യപ്പെട്ടത് CBI കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. ഇത്രയും കാലം ഈ ഒരു 6-7 വർഷമായിട്ട് ഇതുവരെ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വിധി പറയാറായപ്പം CBI കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. പക്ഷെ കോടതി അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ റീസൺ എനിക്ക് തോന്നുന്ന ദിലീപിന് നെഗറ്റീവായിട്ടായിരിക്കും ഈ കേസിന്റെ വിധി വരുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ദിലീപ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കണമല്ലോ CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ദിലീപ് ആവശ്യപ്പെടുന്നത്. നമുക്ക് അത്യാവശ്യം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം, ദിലീപ് കുറ്റക്കാരനോ അല്ലയോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. പക്ഷെ കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷെ പൾസർ സുനിയെ പോലുള്ള വ്യക്തികൾ വന്നിട്ട് വായി തോന്നിയത് വിളിച്ച് പറയുമ്പോൾ അത് വിശ്വസിച്ച് ഇനി പോലെ എടുത്ത് കുടിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. നമുക്ക് അത്യാവശ്യം വെളിവോടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം പൾസർ സുനിയെ പോലെ വന്നിരുന്ന് വായി തോന്നി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദിലീപ് CBI കൊണ്ട് അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം വയ്ക്കുമ്പോൾ തന്നെ അവിടെ ഒരു സംശയം വരുന്നുണ്ട്. എന്തായാലും വിധി കോടതി തന്നെ പറയട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു ഘട്ടത്തിൽ ദിലീപ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ കോടതി എന്തായാലും തള്ളി നീക്കിയിട്ടുണ്ട്. TV മിനി പറയുന്ന കേട്ടു നോക്കാം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഈ അന്വേഷണം നീതിപൂർവമല്ല നടക്കുന്നത്, സുതാര്യമല്ല എന്നതൊക്കെയാണ് ദിലീപിന്റെ വാദം. CBI വന്നാൽ മാത്രമേ അന്വേഷണം ശരിയായി നടക്കൂ എന്നാണ് പറയുന്നത്. പ്രതിക്ക് നമ്മുടെ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തില് പ്രതിക്ക് ഒരു അന്വേഷണം ശരിയല്ല എന്ന് പറയാൻ തക്കതായിട്ടുള്ള കാര്യം വേണം. അല്ലാതെ അന്വേഷണം ശരിയല്ല എന്നോ വേറെ അന്വേഷണ ഏജൻസി ചെയ്യണമെന്നോ പ്രതിക്ക് ആവശ്യപ്പെടാനായിട്ട് പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്ന ഏക കക്ഷി വാദികളാണ്, അതായത് ഏത് കേസിലെയും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ സംവിധാനത്തിന് ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, എത്രയും പെട്ടെന്ന് വിചാരണ പൂർത്തീകരിച്ച് വിധി പറയുകയാണ് ഒരു വിക്ടിമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആണ് ചെയ്യപ്പെടേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ സുജ, എനിക്ക് കൂടുതൽ അതിൽ പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ട് എന്തായാലും നമുക്ക് സന്തോഷം. എന്തായാലും അഡ്വക്കേറ്റിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഈ കേസിന്റെ വിധി വന്നതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ പറയൂ എന്ന് ഈ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞു വെക്കുന്നുണ്ട്.
പക്ഷെ അവരുടെ ലിമിറ്റിൽ നിന്നും കൊണ്ട് അവർ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ CBIക്ക് അന്വേഷണം കൈമാറണം എന്ന് ദിലീപ് ആവശ്യപ്പെട്ടതിനെ കുറിച്ചിട്ടൊക്കെ അവർ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ദിലീപ് പല വഴികളും നോക്കുന്നുണ്ട് രക്ഷപ്പെടാനായിട്ട്. എന്നാൽ സാഹചര്യ തെളിവുകൾ ഒരുപക്ഷെ ദിലീപിന് അനുകൂലമായിരിക്കാം, പ്രതികൂലമായിരിക്കാം. എന്തായാലും അത് കോടതി തന്നെ അവസാനം കേസ് വിധി പറയുന്ന സമയത്ത് പറയുകയും ദിലീപ് കുറ്റക്കാരനാണോ അല്ലെ എന്ന് കോടതി തന്നെയാണ് വ്യക്തമാക്കേണ്ടതും തെളിയിക്കേണ്ടത്. സാഹചര്യ തെളിവുകൾ വച്ചിട്ട് മാത്രമേ എപ്പോഴും നമുക്ക് കോടതിയിൽ കേസ് നിലനിൽക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം കോടതിയും കേസ് തള്ളിക്കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെയാണ് അന്ന് ആ സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായത്. അതായത് ദിലീപ് കാവ്യമാധവനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ തറപ്പറ്റിയ രീതിയിലാവുകയും ഈ കേസ് വരികയും ദിലീപിന്റെ കരിയർ തന്നെ അത്യാവശ്യം ഇടിഞ്ഞു താഴുന്ന ഒരു ലെവലിൽ എത്തുന്നതെന്നാണ് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായത്. ഇന്ന് വീണ്ടും ഈ കേസ് ചർച്ചയാവുന്ന ദിവസം തന്നെ പൾസർ സുനിയുടെ ഒളി ക്യാമറ റിപ്പോർട്ടിംഗ് ആണ്. ഈ ഒളി ക്യാമറ റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം അവൻ ഉടായ്പാണെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. പൾസർ സുനി പറയുന്നതിൽ എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടണം. ഇനി എന്തിനാണ് ദിലീപ് ഈ നടിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തെങ്കിൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇന്ന് മഞ്ജു വാര്യർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം ആ നടി മഞ്ജു വാര്യറിനോട് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നും അതുപോലെ ദിലീപിനെതിരെ 10-50ഓളം നടിമാരും നടന്മാരും ഒക്കെ വന്ന് എതിരെ സംസാരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് കേട്ടുനോക്കാം. അന്നത്തെ ന്യൂസാണ്. കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നെ അറിയിച്ചതാണ് ആക്രമണത്തിനിരയായ നടിയോട് ദിലീപിന് ശത്രുതയുണ്ടാവാൻ കാരണമെന്ന് കരുതുന്നതായാണ് മഞ്ജു വാര്യരുടെ മൊഴി. ഈ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നടി കഥയില്ലാതെ പറയുന്ന കാര്യങ്ങളാണ് ഇതെന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണമെന്നും മഞ്ജുവിന്റെ മൊഴിയിലുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദിലീപ് പിന്നീട് നടിയോട് വഴക്കിട്ടതായും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. നടിയോട് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നുവെന്നാണ് സംയുക്ത വർമ്മയുടെ മൊഴി. കാവ്യ ദിലീപ് ബന്ധം മഞ്ജുവിനെ അറിയിച്ചത് നടിയാണ്. നടിക്ക് അവസരം നിഷേധിക്കപ്പെട്ടതായും സംയുക്ത മൊഴി നൽകി. മഞ്ജു നായികയായ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് ദിലീപ് തന്നോട് ആവശ്യപ്പെട്ടതായി കുഞ്ചാക്കോ ബോബൻ മൊഴി നൽകിയിട്ടുണ്ട്. സ്വമേധയാ പിന്മാറണമെന്നായിരുന്നു ആവശ്യം. ഇത് നിരസിച്ചതോടെ പിന്നീട് കസിൻസ് എന്ന സിനിമയിൽ തനിക്ക് അവസരം നിഷേധിക്കാൻ ശ്രമിച്ചു. അമേരിക്കൻ പര്യടനത്തിന്റെ അവസാന ദിവസം ഹോട്ടൽ മുറിയിൽ കാവ്യയുമായി ദിലീപ് ഏറെ നേരം സംസാരിച്ചതിന് താൻ സാക്ഷിയാണെന്നാണ് റിമി ടോമി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കാര്യം താൻ കാവ്യയെ വിളിച്ചു പറഞ്ഞപ്പോൾ കാവ്യയുടെ പെരുമാറ്റം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് റിമി ടോമിയുടെ മൊഴിയിലുണ്ട്. കേസിൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് 50 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കുറ്റപത്രം കൈപ്പറ്റാൻ പൾസർ സുനിയടക്കം 6 പ്രതികളെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കാത്തതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു കള്ളനാണ് പൾസർ സുനി. അവൻ അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന രീതിയിലാണ് സംസാരങ്ങളും മൊഴികളും മാറ്റി തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെ നമ്പാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ മഞ്ജു വാര്യർ മൊഴി കൊടുത്തിട്ടുള്ളത് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം ആ നടി തന്നോട് പറഞ്ഞത് കൊണ്ടാണ് ദിലീപ് ഇങ്ങനെ ചെയ്തതെന്നുള്ള ഒരു സാധനം പറയുന്നുണ്ട്. ഇവിടെ ദിലീപും കാവ്യമാധവനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത്, വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് മഞ്ജു വാര്യറുമായിട്ട് ദിലീപിന് ഒരു വിഷയം ഉണ്ടാവണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ അതിന് മാത്രം ദിലീപ് ഇങ്ങനെ ചെയ്യുമോ? എന്തായാലും ഇതൊക്കെ തെളിയിക്കേണ്ടത് കോടതി തന്നെയാണ്. അത്യാവശ്യം കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ വരും. അങ്ങനെ എന്നുള്ള രീതിയിൽ വരും. എന്തായാലും ഇതൊക്കെ തെളിയിക്കേണ്ട കോടതി തന്നെയാണ്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ദിലീപ് കാവ്യമാധവൻ ബന്ധത്തെ പറ്റി മഞ്ജു വാര്യർ ആ ഒരു കണക്ഷനെ പറ്റിയിട്ട് ദിലീപ് കാവ്യമാധവൻ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. കാവ്യമാധവനാണോ ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് അല്ലെങ്കിൽ അവർ വേർപിരിയാൻ കാരണമായിരുന്നു? 100% അല്ല എന്ന് ഞാൻ ദൈവത്തെ മുൻനിർത്തി തന്നെ പറയാം. കാവ്യനെ എനിക്കിഷ്ടമായിട്ടുള്ളൊരാൾ തന്നെയാണ്. ഇഷ്ടമെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ പ്രണയം എന്ന് പറഞ്ഞിട്ടെടുക്കരുത്. ഏകദേശം 98 തന്നെയാണെന്ന് തോന്നുന്നു ചന്ദ്രവിക്രം ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമ. അതിന് മുമ്പേ എനിക്ക് കാവ്യനെ അറിയാം. അത്രയും വർഷത്തെ പരിചയം തന്നെയുള്ളൊരാളാണ്. ശരിക്കും കാവ്യയാണ് ഇതിൻ്റെ കാര്യമെന്ന് നമുക്ക് മൊത്തത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഈ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പൊ കാവ്യമാധവനാണല്ലോ കല്യാണം കഴിച്ച് ദിലീപ് ജീവിക്കുന്നു ഒരുമിച്ച്. അതുകൊണ്ട് അതത്ര അങ്ങോട്ട് വെള്ളം പോലെ എനിക്കെടുത്ത് വിഴുങ്ങാൻ പറ്റുന്നില്ല. ഇനി ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള കല്യാണം നടന്ന സമയത്ത് കാവ്യമാധവന്റെ അമ്മ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടുനോക്കാം. പ്രതികരിച്ചു. വളരെ സന്തോഷം. കുറെ നാളായില്ലേ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞു, സന്തോഷം. ഇല്ല പെട്ടെന്ന് പറഞ്ഞതാ. മുഹൂർത്തം നല്ല ദിവസം ഇന്ന് നമുക്ക് പരിചയമില്ലാതോട് ചോദിച്ചു. കഴിഞ്ഞ കുറേ ദിവസമല്ല, 2 വർഷമായിട്ടില്ല ഗോസിപ്പ. അതേ സത്യാവട്ടെന്ന് വിചാരിച്ചു. എപ്പം ഗോസിപ്പ് വരികയല്ലേ, അതെന്നാ പിന്നെ വേറെ ഇതന്നെ നോക്കാമെന്ന് വിചാരിച്ചു.
കാവ്യമാധവനും ദിലീപും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞ് ഗോസിപ്പുകൾ അടിച്ചിറക്കുന്നു. അതുകൊണ്ട് എന്നാൽ പിന്നെ അത് സത്യമാവട്ടെ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്കത് യോജിപ്പില്ല. അവർ തമ്മിൽ പ്രണയത്തിലായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ ഗോസിപ്പ് കണ്ടുകൊണ്ട് അതിനെ സത്യമാക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഡയലോഗിൽ എനിക്ക് 1% പോലും യോജിപ്പില്ല. അതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തായാലും സത്യമായി ഞാൻ ഒരു കാര്യം പറയാം, ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടണം. കുറ്റം ചെയ്ത ഒരു കുറ്റവാളികളും രക്ഷപ്പെടാൻ പാടില്ല. പിന്നെ പൾസർ സുനിക്ക് 1.5 കോടി രൂപ ആ സമയത്ത് 7 വർഷം മുന്നേ കൊടുക്കാമെന്ന് ദിലീപ് വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നത് മാത്രം എനിക്ക് എന്തോ ഒരു ഡൈജസ്റ്റീവ് കുറവുണ്ട്. അന്നൊക്കെ 1.5 കോടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. ഇന്ന് ഡിമാൻഡ് ഇല്ലെന്നല്ല, പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കും. അതുകൊണ്ട് ആ ഒരു സാധനവും ഇവന്റെ ഒളിക്യാമറ സെറ്റപ്പും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ എന്നുള്ള രീതിയിലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം ആ നടി, ആക്രമിക്കപ്പെട്ട നടി മഞ്ജുവിന്റെ കൂടെ പറഞ്ഞതിനാണ് ഇങ്ങനെ ദിലീപ് ചെയ്തതെന്നും അറിയത്തില്ല. അതും തെളിയിക്കുക തന്നെ ചെയ്യണം. എന്തായാലും അന്ന് ഒരുപാട് പേര് ഇതുപോലെ റിമി ടോമി അടക്കം ദിലീപിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷെ പഴയ കാര്യങ്ങൾ ചികഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാണ്ട് നമുക്കിവിടെ ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല ദിലീപ് കുറ്റക്കാരനോ അല്ലേന്ന്. അതൊക്കെ ഉറപ്പായിട്ട് കോടതിയാണ് തെളിയിക്കേണ്ടത്. അതുപോലെ ഒരു മെമ്മറി കാർഡിന്റെ മൊബൈലിന്റെയും കേസുണ്ട്. അത് എവിടെയെന്നോലും ആർക്കും അറിയത്തില്ല. അത് ഒളിപ്പിച്ച് വെച്ചിരിക്കണമെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.